അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഫ്ലാഷ് ബാക്ക്. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്, അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയടോ. പറഞ്ഞോളൂ, കേൾക്കാം. സാറ്, എന്റെ പേര് നിർമ്മൽ എന്നാണ്. നല്ല പേര്. സാറ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പൊ ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ഇപ്പൊ ഞാനടക്കം ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, സാറ് ഈ ഒരു സ്പെസിഫൈഡ് മതത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ഇപ്പൊ ഈ ദൈവത്തിന്റെ എക്സിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. ഹെൽമെറ്റ് ഒന്ന് എടുക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ. മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും? ഇവനെപ്പോഴും ഒരു കക്കൂസ് അടുത്ത് വേണം. അതിനല്ലേ നീ കൂടെ ഉള്ളത്, പിന്നെ എന്തിനാ വേറെ കക്കൂസ്? ദൈവം ഇവിടെ ചെയ്തു എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം പറയും. ചുറ്റും നോക്കിയാൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? മരങ്ങളും കാറ്റും സൂര്യന്റെ ലൈറ്റും എല്ലാം ഈ ഒരു ക്രിയേറ്റർ ഇല്ലാതെ നടക്കുന്ന കാര്യമില്ലല്ലോ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. തണുത്തൊന്നും കഴിക്കണ്ടാകട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ കാണുന്ന സംഗതി ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ പവറാണ്. ആ പവർ ഉണ്ടാക്കിയതാണോ ഈ പറഞ്ഞ സാധനം? ആ പവർ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കും. എന്റെ സൗണ്ട് ഭയങ്കര ഫേമസ് ആണല്ലേ. തോമയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരി. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു വ്യവസ്ഥിതി, ഈ സംവിധാനം, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ, അത് ഒരു ദൈവം ആണ് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ തെറ്റുണ്ടാകണം എന്ന് പറയുന്നതിന് മുന്നേ ഈ ഉണ്ടാക്കിയ സാധനം പെർഫെക്റ്റ് ആണോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഒരു ക്രിയേറ്റർ ഇല്ലാതെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ. ക്രിയേറ്റർ ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്ന് വന്നാൽ ദൈവത്തിന് ഉണ്ടാക്കിയത് ആരാണെന്നുള്ള ചോദ്യം വരും. അതല്ല മോളെ പ്രശ്നം. നമുക്കാർക്കും ലോകകാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ സ്വന്തം അച്ഛൻ ആരാണെന്നറിയാം. രാമനാഥനാണെങ്കിൽ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും അറിയാം. പക്ഷെ സ്വന്തം തന്ത ആരാണെന്ന് അറിയില്ല. എന്തും ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണമെന്ന് നിങ്ങൾ വാദിച്ചാൽ ദൈവത്തിന് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ആ ദൈവത്തിന് ഉണ്ടാക്കാനും ഒരാൾ വേണം. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്താ സംഗതി എന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതാ പറഞ്ഞ അതിന് മുന്നേ ഉള്ള ആള് അങ്ങനെ ബാക്കോട്ട് പോകും. അതൊരു ഇൻഫിനിറ്റ് റിഗ്രഷൻ ആണ്. അപ്പോ അവിടെ ആ ഇൻഫിനിറ്റ് റിഗ്രഷൻ നമ്മളുടെ ഈ പ്രപഞ്ചത്തിന് വെച്ചു കൊടുക്കണല്ലേ നല്ലത്. ഒരു സൈക്ലിക്കൽ മോഡൽ നമ്മൾ പറയാറില്ലേ? ഇപ്പൊ ഭൂമിയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് അങ്ങോട്ട് വന്നു, എന്നിട്ട് ഇങ്ങനെ കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് അങ്ങോട്ട് വിശ്വസിച്ച് സമാധാനിച്ച മതിയോ? ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. കാരണം ഒക്കെ ഒരു മാജിക് പോലെ തന്നെയല്ലേ, നമുക്ക് നമ്മളെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണത്? ഒരു ഉദാഹരണം. ഇപ്പൊ ഈ സൂര്യൻ വെള്ളം വലിച്ചെടുക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി മഴ പെയ്ക്കുന്നു. അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ? സൂര്യൻ വെള്ളം വലിച്ചെടുക്കേ? ഇപ്പൊ കടലിൽ വെള്ളം വലിച്ചെടുക്കുന്നു, അതൊരു സൈക്കിളായിട്ട് ഇപ്പൊ റിവർ വഴി ഒഴുകി വരുന്നു. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ എന്തോ നിലനിർത്താൻ വേണ്ടി സൂര്യൻ വെള്ളം വലിച്ചെടുക്കേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. മഴ പെയ്യിക്കുന്ന സൈക്കിളിനെ പറ്റി ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെയത്? അത് എങ്ങനെ നടന്നാലും നടക്കുന്നില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എങ്ങനെയാണ്? ഇപ്പം ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ വിവരങ്ങൾ ഇതാണ്. ഇപ്പം വെള്ളത്തിനെ നമ്മളിപ്പോ മേഘാക്കി മാറ്റുന്നു. എങ്ങനെയോ മാറ്റട്ടെ, വെള്ളത്തിനെ മേഘാക്കി മാറ്റുന്നു. ആ മേഘം പെയ്യുന്നു, അത് റിവർ വഴി പോകുന്നു. ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നു. അപ്പൊ അതും ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നതും ആ പവർ തന്നെയാണ്, ദൈവം തന്നെയാണ്. എന്നിട്ട് ആളുകളെ കൊല്ലുന്നത് ആ ദൈവം തന്നെയാണ്. ആ ആളുകളെ കൊല്ലുന്നതും ആ ദൈവം തന്നെ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്.
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? കൊല്ലുന്നതിൽ മുസ്ലിങ്ങളെ മാത്രം സ്വർഗത്തിലും ആ കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടെങ്കിൽ അവരെ നരകത്തിലിടുന്നതും അതേ ദൈവം തന്നെയാണ്. ആ ദൈവത്തിനെ പറ്റിയല്ല സാർ ഞാൻ ചോദിക്കുന്നത്. അതെന്ത്? കാരണം എന്താ വെച്ചാൽ ദൈവത്തിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെ? മതങ്ങൾ നിർമ്മിച്ച ദൈവത്തിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. മതത്തിൽ നിർമ്മിക്കാത്ത ദൈവം ഏതാ ഉള്ളത്? നിങ്ങൾ ദൈവത്തിന്റെ ഒരു എക്സിസ്റ്റൻസിന്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കും, ഒരെണ്ണം കാണിക്കും. കാരണം ദൈവം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പവറിനാണ്. ആ പവർ ഉണ്ടാക്കിയതാണ് മനുഷ്യന്മാരെ. അത് നിങ്ങളുടെ കഥയല്ലേ, അതിൽ ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യം എന്താ എനിക്കുള്ളത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണില്ലേ? അതും ഒരു ക്രിയേഷൻ അല്ലേ? മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കേ എന്നുവെച്ചാൽ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതൊരു ക്രിയേഷൻ അല്ലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തോണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാം. ക്രിയേഷൻ ആവണത് പിന്നെ ഒന്നുമില്ലായ്മയെന്ന് വന്നതാണോ? അതെ, ആ ഒന്നുമില്ലായ്മേനെ തന്നെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ പവറിനൊന്നുമില്ല, പവർ കട്ടാണ് അവിടെ. അവിടെ പവർ കട്ട് എന്ന് പറയുന്ന അർത്ഥമില്ല. ഒന്നുമില്ലായ്മയാണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മനസ്സിലാവില്ല. ഉണ്ടാക്കാനുള്ള മൂലകങ്ങൾ പോലും ക്രിയേറ്റ് ചെയ്തത് ക്രിയേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞത്. അത് ശരി. അപ്പൊ ദൈവത്തെ ആരുണ്ടാക്കിയത്? അവിടെ നമ്മൾ രണ്ടാളും ഉത്തരം മുട്ടിപ്പോകും സാർ. മുട്ടണു നിനക്ക് മുട്ടണെങ്കിൽ നീ പോ, എനിക്ക് മുട്ടണില്ല. എനിക്ക് മുട്ടലില്ലല്ലോ, കാരണം എനിക്ക് ദൈവമേ ഇല്ല. പിന്നെന്തിനാ എനിക്ക് അവിടെ മുട്ടൽ? ഒന്നാമത് ദൈവത്തെ വിശ്വസിച്ചാണ് നിന്ന ആളാണ് എനിക്ക്. എന്നിട്ട് ഈ ദൈവം അടിമയെ വെക്കാൻ പറയുന്നതും ഭാര്യയെ തല്ലാൻ പറയുന്നതും മനുഷ്യനെ അടിമയും മതത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. മതത്തിന്റെ നിങ്ങളപ്പോ മതമില്ലാതെ ഒരു ദൈവം ഉണ്ടാക്കിയതുകൊണ്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ മതം പ്രശ്നമാണെന്ന് തോന്നിയപ്പോ നിങ്ങൾ മതത്തെ മാറ്റിവെക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സൗകര്യത്തിന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ജിഹാദി, ഒരു സൂയിസൈഡ് ബോംബർ, അയാൾ മതത്തെ പറ്റിയാണോ ദൈവത്തെ പറ്റിയാണോ ചിന്തിക്കുന്നത്? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. മത അധിഷ്ഠിതമായിട്ട് ജീവിച്ചു വളർന്ന ഒരാളാണെങ്കിൽ ഒരു സൂയിസൈഡ് ബോംബർ മതത്തെ പറ്റിയാണോ ചിന്തിക്കുന്നത് അതോ ദൈവത്തെ പറ്റിയാണോ? അയാള് ദൈവത്തിനെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നത്. എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു, ഒരു എറിഞ്ഞു നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. അതുകൊണ്ടാ ഞാൻ ചോദിക്കണത്, നിങ്ങൾ അള്ളാഹുവിനെ എടുക്കുന്നില്ല. എന്തടിസ്ഥാനത്തിൽ? ഞാൻ നിങ്ങളുടെ ദൈവത്തെ എടുക്കുന്നില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണോ അള്ളാഹുവിനെ തള്ളി നിങ്ങളുടെ ദൈവത്തെ പ്രതിഷ്ഠിച്ചത്? ദൈവത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കോട്ടെ. അപ്പൊ അള്ളാഹു ഉണ്ടായിക്കോട്ടെ എന്ന്. അള്ളാഹു ഉണ്ടായിക്കോട്ടെ. ഇന്റർവ്യൂ ചെയ്യണോമാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുലല്ലാതെ ഉള്ള വേറൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളെ പിടിച്ച് നരകത്തിലിടുന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോഴോ അള്ളാഹു നരകത്തിലോ എന്തിലോ ഇടട്ടെ. ഇപ്പൊ പറഞ്ഞ ഓരോ മതത്തിന് വേണ്ടിട്ട് ഇപ്പൊ സാറ് ഞാൻ മതത്തിലെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞത്. മതം ഞാൻ പറഞ്ഞില്ലല്ലോ, അള്ളാഹു എന്നല്ലേ പറഞ്ഞത്. ആ ദൈവത്തിന്റെ പേരല്ലേ ഞാൻ പറഞ്ഞത്. സാർ അള്ളാഹു ക്രിയേറ്റ് ചെയ്തോട്ടെ, അതിനെന്താണ് പ്രശ്നം? എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഞാൻ പറയുന്ന ക്രിയേറ്റർ ഒരു ക്രിയേറ്ററാണ്. അത് അതെ, അള്ളാഹു എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു ക്രിയേറ്ററാണ്. അപ്പൊ രണ്ടുപേരുണ്ട്. അപ്പോ തെളിവ് വെക്കാൻ പറയുമ്പോ അപ്പുറത്തെ ദൈവം ഉണ്ടാക്കിയതിന്റെ കാര്യം അവരും പറയുന്നത് ഇതേ മനുഷ്യൻ ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്നാണ്, നിങ്ങളും പറയുന്നത് ഇതേ മനുഷ്യൻ ഉണ്ടാക്കി നിങ്ങളുടെ ദൈവമാണെന്ന്. ഇതെന്തോട്ട് ക്ലെയിം അത്? ഇതാണോ തെളിവ്? ഇങ്ങനെയാണോ തെളിവ് വെക്കുക? ഇത് ഇവിടെ കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ കെമിസ്ട്രി ഉണ്ടാക്കിയതിനുള്ള എന്തായാലും ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. സോഴ്സ് ഉണ്ടെങ്കിൽ അത് അള്ളാഹു ആണ് എന്ന് അവർ പറയുന്നു. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് എടുത്തുകൂടാന്നാ ഞാൻ ചോദിക്കണത്. നിങ്ങൾ എന്തിനാ പുതിയ ദൈവത്തെയും കൊണ്ടുവരുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഒരു പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ, അതന്നല്ലേ നമ്മളും പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. പിന്നെ എന്തിനാ നിങ്ങൾ അത് തെറ്റാണ് വേറെയാണെന്ന് പറഞ്ഞു വരുന്നത്? എന്തിനാ അത് തെറ്റാണ് വേറെയാണെന്ന് അല്ലല്ലോ പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. ക്രിയേഷനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവർക്ക് ക്രിയേഷനും അറിയാം, നരകത്തെ കുറിച്ച് അറിയാം, സ്വർഗത്തെ കുറിച്ച് അറിയാം, ഹൂറികളെ കുറിച്ച് അറിയാം, ഹൂറികളുടെ സ്ഥാനത്തെ കുറിച്ച് അറിയാം. ഇതൊക്കെ അവർക്ക് അറിയാം. നിങ്ങൾ ആകെ ക്രിയേഷൻ എന്ന് പറഞ്ഞു നടക്കും. നാണല്ലേ? അയ്യേ ആരും കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. സുനാമി ഉണ്ടാക്കുന്നത് ആരാ? ഏതുണ്ടാക്കുന്നത്? സുനാമി ഉണ്ടാക്കുന്നത് അതേ പവറാണ്. ഒരാളെ കൊണ്ട് സ്വയംഭോഗം ചെയ്യിപ്പിക്കുന്നത് ആരാ? അതേ പവർ. അതെ, അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വയംഭോഗം ചെയ്ത ആളെ പിടിച്ച് നരകത്തിലിടുന്ന ആരാ?
നരകത്തിലിടുന്നെന്ന് പറയുന്നത് അതിന്റെ പുറത്ത് ഓരോരുത്തരുടെ ഫേവറിന് വേണ്ടിയിട്ട് അത് വളച്ചൊടിച്ചാണ്. അത് അവിടെ കയ്യിൽ നിന്ന് പോയി, അതാണ് ഉണ്ടായത്. അവിടുന്ന് കയ്യിൽ നിന്ന് പോയേ കയ്യിൽ നിന്ന് പോയേ, പിന്നെയും പോയേ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.